മോർണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ബയോളജിക്ക് ഫുൾ മാർക്ക് ഓണ പരീക്ഷയ്ക്ക് നേടിത്തരാൻ നമ്മുടെ ചാപ്റ്റർ 1 and 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് എല്ലാം നല്ലോണം ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കാണാൻ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ നോട്ട്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ 2 ചാപ്റ്റർ സെറ്റാക്കാൻ നേരെ നമ്മുടെ യോധ ബാച്ചിലേക്ക് പോരുക. അവിടെ എല്ലാം സെറ്റാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടോണോപ്ലാസ്റ്റ് ഇസ് എ യുണീക് മെംബ്രെയിൻ. നെയിം ദ സെൽ ഓർഗനൽ ഹാവിംഗ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലമുള്ള ഓർഗനൽ ഏതാണെന്നാണ് ചോദ്യം. ഓർഗനൽ ഏതാണെന്ന് നമുക്കറിയാം. ടോണോപ്ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാക്യൂളിലാണ്, അല്ലെങ്കിൽ ഫേനം അല്ലെങ്കിൽ വാക്യൂളിന്റെ സ്ഥലം അല്ലെങ്കിൽ മെംബ്രെയിൻ ആണ് ദ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ നോക്കാം. ലൈസോസോം ഈസ് എ സെൽ ഓർഗനൽ വിച്ച് പ്രൊഡ്യൂസ് സ്ട്രോങ് എൻസൈംസ്. അല്ലേ, നല്ല രീതിയിൽ സ്ട്രോങ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് ലൈസോസോം എന്ന ആനിമൽസ്. അപ്പം ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. ഇത് ജന്തു കോശങ്ങൾക്ക് ഏത് വിധത്തിൽ പ്രയോജനപ്പെടുന്നു എന്നാണ് ചോദ്യം. എങ്ങനെയാണ്? ലൈസോസോം ഡിസ്ട്രോയ് ഫോറിൻ മെറ്റീരിയൽസ് വിച്ച് എൻറ്ററിങ് ഇൻ ടു ദ സെൽ. കോശത്തിൽ പ്രവേശിക്കുന്ന വസ്തുക്കളെ നശിപ്പിക്കാനാണ് ഇവർക്ക് കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു എൻസൈം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുറത്ത് നിന്ന് കയറിയിടം അതിനെ നശിപ്പിച്ച് കളയാനുള്ള കഴിവ് ആർക്കുണ്ട്? ലൈസോസോം എന്ന നമ്മുടെ കോശാംഗത്തിനുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് പേ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അല്ലെ, പദബന്ധം യോജിപ്പിക്കാനാണ്. സൈലം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, അതായത് ജലവും ലവണവും സംവഹനം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്ലോയം എന്താണ്? ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. അല്ലേ, ഭക്ഷണം സംവഹനം ചെയ്യപ്പെടുന്നു. അല്ലേ, ഭക്ഷണം സംവഹനം ചെയ്യുന്നു. ഓക്കെ, അപ്പം സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫംഗ്ഷൻ, ഇതുപോലെ എല്ലാ ഭാഗങ്ങളുടെയും ഫംഗ്ഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം? പദബന്ധം യോജിപ്പിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പം എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻസ്, ഓർഗനൽസ് ആണെങ്കിലും ടിഷ്യൂസ് ആണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ മോഡൽ ഓഫ് വേർഡ് പെയർ ആൻഡ് മേക്ക് സ്യൂട്ടബിൾ പെയർ യൂസിങ് ടേംസ് ഗിവൺ ഇൻ ദ ബിലോ. അതായത് ചുവടെ ബോക്സിൽ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? പെയർ ആക്കിയിട്ട് എഴുതണം. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസകോശം, ശ്വസന വ്യവസ്ഥ. അത് ഓരോ അവയവ വ്യവസ്ഥയുമാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. അപ്പം ഓർഗൻ സിസ്റ്റം നമ്മുടെ ടിഷ്യൂസിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പെയർ എങ്ങനെ വരുന്നു എന്ന് ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യുറെത്ര എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്രീറ്ററി സിസ്റ്റം. അല്ലെ, മൂത്രവാഹി എന്ന് പറയുന്നത് വിസർജന വ്യവസ്ഥയുടെ ഭാഗമാണ്. രണ്ടാമത്തേതോ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറാണ്. അത് എന്തിൻ്റെ ഭാഗമാണ്? നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതും നമുക്കറിയാം. മൂന്നാമത്തേത് ഹാർട്ട്, നമ്മുടെ ഹൃദയം ഏതാണ്? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണ്. നാലാമത്തേതോ ഈസോഫാഗസ്, നമ്മുടെ അന്നനാളമാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈസോഫാഗസ് ഇവിടെ അന്നനാളമാണ്. ഓക്കെ, അന്നനാളം. ഈസോഫാഗസ് എന്ന് പറയുന്ന അന്നനാളമാണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പോൾ ഓരോ ഓർഗനും അതിൻ്റെ വ്യവസ്ഥയുമാണ് അല്ലേ പറയുന്നത്. അപ്പം നോക്കുക, ഗിവ് ജസ്റ്റിഫിക്കേഷൻ ഫോർ മേക്കിംഗ് ബേസ്. എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പെയർ ആക്കിയതെന്നാണ്. അതെന്താണ്? ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം, അവയവവും അവയവ വ്യവസ്ഥയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ പെയർ ആക്കിയിരിക്കുന്നത്. ക്ലിയർ ആയാലും മക്കളെ? അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കണേ. അടുത്തത്, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ അബൌട്ട് ആനിമൽ ടിഷ്യൂ and answer the following question. അല്ലേ, ഓരോ ജന്തു കലയെ പറ്റിയുള്ള സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ ഒരു കല എന്ന് തിരിച്ചറിയാം. അതിൻ്റെ ധർമ്മവുമാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐഡന്റിഫൈ ദ ആനിമൽ ടിഷ്യൂ. ഏതാണ്? സെൽസ് ഹാവ് എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്നുള്ളത്. അപ്പോൾ ഈ സങ്കോചിക്കുന്നത്, നമ്മുടെ ശരീരത്തിലെ സങ്കോചങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് കല അല്ലെങ്കിൽ ഏത് ടിഷ്യൂ ആണ്? മസ്കുലർ ടിഷ്യൂ ആണ്, നമ്മുടെ പേശി കലയാണ്. അതിൻ്റെ ധർമ്മവുമാണ് എഴുതേണ്ടത്. അല്ലേ, അപ്പോൾ മസ്കുലർ ടിഷ്യൂ ആണ് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ വേറൊന്നുമല്ല, ബോഡി മൂവ്മെന്റ്സ് ആർ പോസിബിൾ, ചലനം സാധ്യമാക്കുന്നത്. അത് സങ്കോചിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്.
സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, നെയിം ദ സെൽ ഓർഗനൽ വിച്ച് സെക്രീറ്റ് സെൽ സെക്രീഷൻസ്. കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന കോശാംഗം ഏതാണ് എന്നാണ്. ഇനി ഇൻ വിച്ച് സെൽ ദീസ് ടൈപ്പ് ഓഫ് സെൽ ഓർഗനൽസ് ആർ സീൻ ഇൻ മോർ. ഏതാണ് ഇവ കൂടുതലായി കാണപ്പെടുന്ന കോശം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ കാണുന്നത് ഈ ഒരു ഓർഗനിൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ്. അപ്പം സെക്രീഷൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് അതല്ലെങ്കിൽ കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ് നമുക്ക് നോക്കാം. ഗോൾഗി കോംപ്ലക്സ് ആണ്. ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, കൂടുതലായിട്ടും സെക്രീഷൻസ്, എൻസൈംസ്, ഹോർമോൺസ് ഇതൊക്കെ ഉണ്ടാക്കി ശ്രവിക്കുന്നത് ഈ ഒരു ഗോൾജി കോംപ്ലക്സുകളാണ്. അപ്പം അത് സെക്രീഷൻ നടത്തുന്ന ഈ ഹോർമോണാണ്. അതൊക്കെ എവിടെയാണ് കൂടുതൽ കാണുന്നത്? ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണുന്നത് ഗ്ലാൻഡുലാർ സെല്ലിലാണ്, അതായത് ഗ്രന്ഥി കോശങ്ങളാണ്. കാരണം അവരാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കോശങ്ങളിലാണ് നമ്മൾ ഈ ഗോൾജി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണുന്നതെന്ന് പഠിച്ചു വെക്കാം. ഇതേപോലെ എല്ലാ ഓർഗനൽസും എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് നമ്മുടെ നെർവസ് ടിഷ്യൂ ആണെങ്കിൽ ബ്രെയിനിലാണ്, മസ്കുലർ ടിഷ്യൂ നമ്മുടെ മസിൽസിലാണ് എന്നൊക്കെ ഓർത്ത് വെക്കാം. ഇനി മേക്ക് സ്യൂട്ടബിൾ പെയർ ഫ്രം ദ ഫോളോയിങ് ടേംസ്. വീണ്ടും പെയർ ആക്കാനാണ് ചോദ്യം. തിയോഡർ ഷ്വാൻ, എം.ജി. ശ്ലീഡൻ, റോബർട്ട് ഹുക്ക്, റോബർട്ട് ബ്രൗൺ, അതുപോലെ തന്നെ ഒബ്സർവ്ഡ് സെൽ, ന്യൂക്ലിയസ്, ആനിമൽ സെൽ, പ്ലാന്റ് സെൽ. ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ പേരും അവരുടെ കണ്ടുപിടുത്തങ്ങളുമാണ് തന്നിട്ടുള്ളത്. അപ്പം റോബർട്ട് ബ്രൗണ് മർമ്മം കണ്ടുപിടിച്ചോ ജന്തുകോശം കണ്ടുപിടിച്ചോ, ഏതാണ് കറക്റ്റ് പെയർ ആയിട്ട് നമ്മൾ എഴുതണം, നേരത്തെ നമ്മൾ ചെയ്ത പോലെ. അപ്പം തിയോഡർ ഷ്വാൻ എന്ത് ചെയ്തു? ആനിമൽ സെല്ല് കണ്ടുപിടിച്ചു. എം.ജെ. ശ്ലീഡനോ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ സസ്യകോശം കണ്ടുപിടിച്ചു. ഇനി റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് പേഴ്സൺ ഹു ഡിസ്കവേർഡ് ദ സെൽ അല്ലേ, ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ച ആളാണ് ആര്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. റോബർട്ട് ബ്രൗൺ ആണ് എന്ത് ചെയ്തത്? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം കണ്ടുപിടിച്ചത്. സെറ്റല്ലേ? അപ്പോൾ ഓരോ ശാസ്ത്രജ്ഞന്മാരും അവർ കണ്ടുപിടിച്ചത് എന്താണെന്നും ഇതുപോലെ പെയറാക്കി പഠിച്ചു വെക്കുക. വർഷമൊന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി ചിലപ്പം ചോദിക്കാം, കുറച്ച് നാളുകളായി ചോദിച്ചിട്ട് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, പക്ഷെ അതും കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓരോ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്തായാലും പഠിക്കണം. ആ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ എ ആൻഡ് ബി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചിത്രം തന്നിട്ടുണ്ട്, നേരെ ചോദ്യത്തിന് ആൻസർ ചെയ്താൽ മതി. എ എന്ന ബി എന്ന് പറയുന്നത് ഇത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, അവയുടെ ധർമ്മങ്ങളും എഴുതാം. നമുക്കറിയാം എ എന്ന് കണ്ടാൽ എന്താണ് എന്നുള്ളത്. ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം എ എന്താണ്? മസിൽ ടിഷ്യൂ അല്ലെങ്കിൽ പേശി കലയാണ്. ഇനി രണ്ടാമത് നമ്മൾ കാണുന്ന ഇത് നോക്ക്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം തന്നെയാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണ കലയാണ്. അപ്പോൾ മസിൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീര ചലനം സഹായിക്കുന്നു അല്ലേ, പ്രൊട്ടക്റ്റിംഗ്. ആൻഡ് അതുപോലെ എന്ത് ചെയ്യുന്നു? മസ്കുലർ ടിഷ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അല്ലേ പറഞ്ഞേക്കുന്നത്. ബി യുടെ ധർമ്മ ചോദിച്ചിരിക്കുന്നത്, എയുടെ ധർമ്മമില്ല, ബി യുടെ ധർമ്മ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടക്ട് ബൈ കവറിങ് ദ ബോഡി, കവറിങ് ഇന്റേണൽ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതായത് സ്കിന്നൊക്കെ വെച്ച് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കവർ ചെയ്യുന്നു, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതാണ് അവയുടെ ധർമ്മം. അതല്ലാതെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലായിക്കോട്ടെ, സ്റ്റൊമക്കിലായിക്കോട്ടെ, അതിന് ഇന്റേണൽ വോൾസിൽ, ആന്തര ഭിത്തിയിലും ഇതേ ടിഷ്യൂസ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഫംഗ്ഷനും കൂടെ പഠിക്കുക. അപ്പോൾ ഓരോ ടിഷ്യൂസ് അതിൻ്റെ ഫംഗ്ഷൻസ്, സെൽ ഓർഗനൽസ് അതിൻ്റെ ഫംഗ്ഷൻസ്, അതാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മിസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്ക് ഒക്കെ എന്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയാനായിട്ട് മിസ് ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഫംഗ്ഷൻ ഓഫ് ക്ലോറൻ കൈമ. ഓക്കെ, നമ്മൾ പാരൻ കൈമ, ക്ലോറൻ കൈമ, കോളൻ കൈമയൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ ക്ലോറൻ കൈമയുടെ ഫംഗ്ഷൻ എന്താണ്? അതായത് ഹരിത ഗണത്തിൻ്റെ ഫംഗ്ഷൻ. ഹരിത കണം നമ്മൾ കുറേ പ്ലാസ്റ്റിക്സുകൾ പഠിക്കുന്നുണ്ട്, അതിലെന്ത് ചെയ്യുന്നുണ്ട്? ക്ലോറൻ കൈമ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്ലോറൻ കൈമയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹരിത ഗണത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും പറയാനൊക്കെ ആയിട്ട് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പോൾ see you soon in the next class. Bye bye.